ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ, ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും വലിയ സ്വർണ്ണശേഖരം. ചരിത്രം ഇതുവരെ കണ്ടതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ ആരാണ്? അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളല്ല, പകരം നേരത്തെ ജീവിച്ചിരുന്ന ഒരു രാജാവിന് ഇന്ന് നാം കാണുന്ന ധനികരെക്കാളും ധനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളാണ് ലോകത്തിൽ ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും ധനികനായ മനുഷ്യൻ. അയാളുടെ പേരാണ് മാൻസ മൂസ. പതിനാലാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ഭരിച്ചിരുന്ന രാജാവായിരുന്നു മാൻസ മൂസ. മാൻസ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം. മൂസയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ എത്ര ധനികനും ശക്തനുമായിരുന്നു എന്ന് മനസ്സിലാക്കുക തന്നെ അസാധ്യമാണ് എന്നാണ് കാലിഫോർണിയ സർവകലാശാലയിലെ ഹിസ്റ്ററി അസോസിയേറ്റ് പ്രൊഫസർ റുഡോൾഫ് ബൂച്ച്വെയർ BCCയോട് പറഞ്ഞത്. ഒരാൾക്കും വിവരിക്കാൻ പോലും പറ്റാത്തത്രയും ധനികനായിരുന്നു മാൻസ മൂസ എന്ന് ജേക്കബ് ഡേവിഡ്സൺ 2015 money.com എഴുതിയിരുന്നു. 2012 US വെബ്സൈറ്റായ സെലിബ്രിറ്റി നെറ്റ്വർക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്ത് $400 ബില്യൺ കണക്കാക്കിയിരുന്നു. എന്നാൽ സാമ്പത്തിക ചരിത്രകാരന്മാർ പറയുന്നത് ഏതെങ്കിലും കണക്കിൽ ഒതുക്കാനാവുന്നതല്ല മാൻസ മൂസയുടെ സമ്പത്ത് എന്നാണ്. ഇന്നൊന്നും എണ്ണിപ്പോലും തിട്ടപ്പെടുത്താനാവാത്തത്രയും സ്വർണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആരാണ് മാൻസ മൂസ? ഭരണാധികാരികളുടെ ഒരു കുടുംബത്തിൽ 1280 മാൻസ മൂസ ജനിച്ചത്. 1312 വരെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബൂബക്കറായിരുന്നു രാജ്യത്തെ ഭരണാധികാരി. പിന്നീട് ഒരു യാത്ര പോകുന്നതിനായി അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. 14-ാം നൂറ്റാണ്ടിലെ സിറിയൻ ചരിത്രകാരനായ ഷിബാബ് അൽ ഉമാരി പറയുന്നതനുസരിച്ച് അബൂബക്കറിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര ചെയ്യാനും അതിൻ്റെ അപ്പുറം എന്താണ് എന്ന് അറിയുവാനും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. 2000 കപ്പലുകളും ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും അടിമകളുമായി അദ്ദേഹം ഒരു യാത്ര ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ഒരിക്കലും മടങ്ങിവരില്ല എന്നുറപ്പിച്ച യാത്രയായിരുന്നു അത്. അമേരിക്കൻ ചരിത്രകാരനായ ഇവാൻ വാൻ സെർട്ടിമ അബൂബക്കറും സംഘവും സൗത്ത് അമേരിക്കയിൽ എത്തിയിരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് തെളിവില്ല. എന്തായാലും സഹോദരൻ യാത്ര പുറപ്പെട്ടതോടെ ഭരണം മാൻസ മൂസ ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ മാലി രാജ്യം ഗണ്യമായി വളർന്നു. ടിംബക്ടു ഉൾപ്പെടെ 24 നഗരങ്ങളും അദ്ദേഹം പിടിച്ചെടുത്തു. അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ഇന്നത്തെ നൈജർ വരെ ഏകദേശം 2000 മൈൽ വരെ ഈ രാജ്യം വ്യാപിച്ചു. ഇപ്പോഴത്തെ സെനഗൽ, മൗറിറ്റാനിയ, മാലി, ബർക്കിന ഫാസോ, നൈജർ, ഗാംബിയ, ഗിനിയ ബിസോ, ഗിനിയ, ഐവറി കോസ്റ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയും വലിയ പ്രദേശം കയ്യിൽ വന്നതോടെ സ്വർണമടക്കമുള്ള വിഭവങ്ങളും വന്നു ചേർന്നു. ബ്രിട്ടീഷ് മ്യൂസിയം പറയുന്ന കണക്കനുസരിച്ച് അന്ന് ലോകത്തുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ പകുതിയും മാൻസ മൂസയുടെ കീഴിലായിരുന്നു എന്നാണ്. ഇതെല്ലാം രാജാവിൻ്റേതായിരുന്നു. എന്നാൽ ഇത്രയധികം സമ്പത്തുണ്ടായിരുന്നെങ്കിലും മാലി സാമ്രാജ്യം അന്ന് അറിയപ്പെട്ടിരുന്നില്ല. യൂറോപ്പിലൊന്നും തന്നെ ഈ സമ്പത്തിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു യാത്ര അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണമായി. മാൻസ മൂസ ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. അദ്ദേഹം സഹാറ മരുഭൂമിയും ഈജിപ്തും താണ്ടി മക്കയിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ തീരുമാനിച്ചു. 60,000 പുരുഷന്മാരുമൊത്താണ് അദ്ദേഹം യാത്ര തിരിച്ചത്. സർവ്വസന്നാഹങ്ങളോടും കൂടിയായിരുന്നു തൻ്റെ യാത്ര. രാജ്യത്തെ ഉദ്യോഗസ്ഥർ, സൈനികർ, കലാകാരന്മാർ, വ്യാപാരികൾ, ഒട്ടകം, 12,000 അടിമകൾ, ഭക്ഷണത്തിനായി വേണ്ടത്ര ആടുകൾ എന്നിവയെല്ലാമായിട്ടായിരുന്നു ആ യാത്ര. ഒരു നഗരം തന്നെ മരുഭൂമിയിലൂടെ നീങ്ങുന്നതുപോലുള്ള ഒരു യാത്ര. എല്ലാ നിവാസികളും സ്വർണ്ണ അലങ്കാരങ്ങളും മികച്ച പേർഷ്യൻ സിൽക്കും ധരിച്ച ഒരു നഗരം. 100 കണക്കിന് ഒട്ടകങ്ങൾ. ഓരോ ഒട്ടകവും 100 കണക്കിന് പൗണ്ട് ശുദ്ധമായ സ്വർണം വഹിച്ചു. അത് ഒരു കാഴ്ച തന്നെയായിരുന്നു. യാത്രാസംഘം കെയ്റോയിലെത്തിയപ്പോൾ ആ കാഴ്ച കൂടുതൽ സമൃദ്ധമായി. അവിടെ അവർക്ക് അവരുടെ സമ്പത്ത് ശരിക്കും കാണിക്കാൻ കഴിഞ്ഞു. മാൻസ മൂസയുടെ യാത്ര കെയ്റോയിലെ ജനങ്ങൾ എക്കാലവും ഓർക്കുന്ന ഒന്നായി മാറി. 12 വർഷങ്ങൾക്ക് ശേഷം കെയ്റോയിലെത്തിയ അൽ ഉമാരി കെയ്റോയിലെ ജനങ്ങൾ മാൻസ മൂസയെ എത്രമാത്രം ഓർക്കുന്നുവെന്ന് വിവരിക്കുകയുണ്ടായി. കെയ്റോയിൽ അദ്ദേഹം കാണുന്നവർക്കെല്ലാം എന്നതുപോലെ സ്വർണം നൽകിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ സ്വർണം നൽകിയുള്ള 3 മാസത്തെ താമസം ഈ മേഖലയിൽ സ്വർണത്തിൻ്റെ വിലയിടിയാനും സമ്പദ് വ്യവസ്ഥ തകരാനും കാരണമായി എന്നും പറയപ്പെടുന്നു. US ആസ്ഥാനമായുള്ള ടെക്നോളജി കമ്പനിയായ smartasset.com കണക്കാക്കുന്നത് സ്വർണത്തിൻ്റെ മൂല്യത്തകർച്ച മൂലം മാൻസ മൂസയുടെ തീർത്ഥാടനം മിഡിൽ ഈസ്റ്റിലുടനീളം
$1.5 ബില്യൺ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി എന്നാണ്. ഇത് മാൻസ മൂസയോട് സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. സമ്പത്തിന്റെ കുറേ ഭാഗം രാജ്യത്തിന് പുറത്തുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചത് അവരിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള മതിപ്പ് കുറയ്ക്കാനും കാരണമായി. മാൻസ മൂസ തന്റെ തീർത്ഥാടന വേളയിൽ ധാരാളം സ്വർണം ചെലവഴിച്ചു എന്നതിൽ സംശയമില്ല. എന്നാൽ ഈ അമിതമായ ഔദാര്യമാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. മാൻസ മൂസ മാലിയെയും തന്നെയും ലോകമാപ്പിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. 1375 കറ്റാലൻ അറ്റ്ലസ് ഭൂപടത്തിൽ ഒരു ആഫ്രിക്കൻ രാജാവിൻ്റെ ചിത്രമുണ്ട്. ടിംബക്ടുവിൻ്റെ മുകളിൽ ഒരു സ്വർണ്ണ സിംഹാസനത്തിലിരിക്കുന്ന കയ്യിലൊരു സ്വർണ്ണ കഷ്ണം പിടിച്ചിരിക്കുന്ന ചിത്രം. അത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്നു. ടിംബക്ടുവിലേക്ക് രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒട്ടേറെ പേർ എത്തിയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ അറ്റത്തുള്ള മറഞ്ഞുപോയ സ്വർണ്ണ നഗരം എന്ന ഐതിഹ്യപരമായ ഒരു പദവി അത് വഹിച്ചു. മക്കയിൽ നിന്ന് നിരവധി ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ടാണ് മാൻസ മൂസ മടങ്ങിയത്. മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമികൾ, കൂടാതെ ആൻഡലൂഷ്യൻ കവിയും വാസ്തുശില്പിയുമായ അബു ഇസ്ഹാഖ് സവേലി എന്നിവരെല്ലാം അതിൽപ്പെടുന്നു. കവിക്ക് 200 കിലോ സ്വർണമാണ് മാൻസ മൂസ പാരിതോഷികമായി നൽകിയത് എന്നാണ് കരുതുന്നത്. കലയും ആർക്കിടെക്ചറും പരിപോഷിപ്പിക്കുന്നതിനായി സാഹിത്യത്തിനും സ്കൂൾ നിർമ്മാണത്തിനും ലൈബ്രറികൾക്കും പള്ളി നിർമ്മാണത്തിനും അദ്ദേഹം മുൻകൈയെടുത്തു. ടിംബക്ടു വളരെ പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദ്യാഭ്യാസം നേടാനായി ആളുകൾ ഇവിടെ എത്തി. പിന്നീടത് സങ്കോർ സർവകലാശാലയായി മാറി. പശ്ചിമാഫ്രിക്കയിൽ വിദ്യാഭ്യാസ പാരമ്പര്യം ആരംഭിച്ചതിൻ്റെ ബഹുമതി ധനികനായ ഈ രാജാവിനുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കഥ പടിഞ്ഞാറൻ ആഫ്രിക്കയ്ക്ക് പുറത്ത് അധികമാരും അറിയപ്പെടുന്നില്ല. 1337 57-ാമത്തെ വയസ്സിൽ മാൻസ മൂസ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രന്മാർക്ക് ഭരണം അവകാശമായി ലഭിച്ചു. എന്നാൽ ഭരിക്കാനറിയാതിരുന്ന അവരാൽ സാമ്രാജ്യം നശിച്ചു തുടങ്ങി. യൂറോപ്യന്മാരുടെ അധിനിവേശം കൂടി ഉണ്ടായതോടെ ആ നാശം പൂർണ്ണമായി. അളവില്ലാത്ത സമ്പത്ത് കൊള്ളയടിക്കാനായി യൂറോപ്യന്മാർ അവിടം കീഴടക്കുകയായിരുന്നു.